പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോലുമേഘനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടി. ഈശോയിലെ ഏറ്റവും സ്നേഹവാത്സല്യം എന്നവർ പരിശുദ്ധ മാതാവിൽ ചേർന്ന് വിശുദ്ധ ഔസേപിതാവിൽ ചേർന്ന് ഈ ബലി പിതാവായ ദൈവത്തിന് അർപ്പിക്കാം. നാം ഈ ബലി അർപ്പിക്കും എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും, മരണമടിഞ്ഞു പോയിരിക്കുന്ന മോനിക്ക, വിക്ടർ ആൻ്റണി, മേരി ആൻ്റണി, വർഗീസ് അടിച്ചൽ, ഈ കുടുംബാംഗങ്ങളെ സ്വർഗീയസനെ സ്വീകരിക്കണമേ. സെൻസ് ലാവസ് ലില്ലി ഇന്ന് മരണവാർഷികം ഓർമ്മിക്കുന്ന ഓമന, നോർമൻ, ജോസ്, എല്ലാ മരിച്ച വിശ്വാസികൾ, ഡാനിയൽ, മഡോണ ഫ്രാൻസിസ്, മങ്ങാട്ട് ജോസഫ് മേരി, ജോബ്, റോയി, പാപ്പി, ജോൺസൺ, പ്രത്യേക മാമനും, ഡാനിയൽ, കൊച്ചുവർ ദൗസു, മറിയം, മേരി, വിരോണി ദേവസിക്കുട്ടി, പത്രോസ് റോസക്കുട്ടി, തോമസ് സമയത്ത്, റീതാമ, ലിബോറിയസ്, സേവർ പറഞ്ഞ എല്ലാവരെയും ഈ ബലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണന്മാക്കളെയും പ്രിയമുള്ളവരെ നിയോഗങ്ങൾ സമർപ്പിച്ച് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരും ഈ ബലിയിൽ, പ്രത്യേകിച്ച് നെൽസൺ, ഷൈന, നടാഷ, ജോജോ, നികിത, തോമസ്, ഷൊല്ലി, ഷാനോഷീൻ, ആശ, ഹാരി, അനു, മാർട്ടസ്, സന്ദീപ്, അഞ്ജു, സുസ്മിത, നവോൻ്റെ തലശ്ശി, ദിവ്യ, സാമ്പറ്റാനിയ, പോൾ, ജെയിം, ജോസഫ്, മെർജസ്, സാനി, ശോഭനാമണി, ഷൈൻ, നീന, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മരം, ബേസിൽ, ബെഞ്ചമിൻ, ഡോക്ടർ സജി മാത്യു, ഫ്ലെസി, ആൻ്റണി, ഗാസ്പർ, ബീന, റോയി കർത്തയാളി കുടുംബം, മാർക്കറി, ആഗ്രസ്, അഗസ്റ്റ്, ലൂസി, അജിത്, നിഷ, ജവാന, ജവാക്കി, സബി, ജോർജ്, സസിൽ കുടുംബം, ജോൺ തിരുനാഥ്, നവീൻ, ജോ പെരേര, സന, സന്ദീപ്, ബിബിൻ, സുജുവൽ, സേഷാൻ, ആഷിൽ, ലോറൻസ്, നിക്സൺ, ജോർജ്, ഫെദിയ, ജോൺ, മിഗലന്ന, ഏലിയാമ്മ, ജോർജ്, മാത്യു വർഗീസ്, ജോൺ ജോസഫ്, മോളി ജോർജ്, ലീനോ ജോർജ്, ഗ്ലാഡിസ് റൈറ്റർ, എല്ലാവരെയും നിയോഗങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം. ഇന്നത്തെ പരിശുദ്ധമായ ബലിയർപ്പിക്കുമ്പോൾ എല്ലാ കൊറോണ രോഗങ്ങളും സൗഖ്യം ലഭിക്കണമേ. പ്രത്യേകം നമ്മളെല്ലാ രോഗങ്ങളും കാത്തുകൊള്ളണമേ. അതുപോലെ ഇന്ന് യേശുവിന്റെ അടുക്കലേക്ക് ഒരു ധനാഢ്യം വന്നിട്ട് പറയുന്നത്, ഗുരുവേ, നന്മ ചെയ്യുവാൻ ഞാൻ എന്ത് ചെയ്യണം? നന്മയായിട്ടുള്ള ആകെ ദൈവമാണ്. ദൈവം പറയുന്ന ഈ കൽപ്പനകൾ പാലിക്കുക, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ആ മനുഷ്യൻ പറയുന്നതെല്ലാം ഞാൻ ഭംഗിയായി പാലിക്കുന്നുണ്ട്. ഈശോ അവന് നോക്കിയിട്ടുണ്ട്, നിനക്കൊരു കുറവുണ്ട്, നിന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രം കൊടുക്കുക. പ്രിയമുള്ളവരെ, ആ മകനേറെ ദുഃഖത്തോടെ കടന്നുപോയാൽ പറയും. നമ്മൾ ഈ പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ ദൈവം ആവശ്യത്തിന് സമ്പത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, അത് സ്വത്താണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിചാരിക്കരുത്. നമ്മുടെ കാര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കേണ്ട വസ്തുവാണ് സത്യം. അത് ദൈവം നൽകുന്ന കൃപയാണ്.
എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ പിൻചെല്ലുക. ആ കൃപയ്ക്കായി വലിയ പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പാം. തെറ്റുകൾ, പാപങ്ങൾ ഒരുമിച്ച് ഏറ്റുവല്ലാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വേശയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ ആകെയാണ് നിന്ദനയായ പരിശുദ്ധ മറിയത്തോട് എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയെ സ്നേഹമായി ശരിയാണ്. അങ്ങനെ അങ്ങ് എല്ലാവരും ഉപരിയായി സ്നേഹിച്ചു എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 24-ാം അധ്യായം 15 മുതൽ 24 വരെ വാക്യങ്ങൾ. നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എസെക്കിയേൽ ഒരടയാളമായിരിക്കുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാചനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത്. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകരുത്. നെടുവീർപ്പിടാം, എന്നാൽ ഉച്ചത്തിലാകരുത്. മരിച്ചവരെ ഓർത്ത് നീ വിലപിക്കരുത്. നീ തലപ്പാവ് കെട്ടുകയും പാദുകങ്ങൾ അണിയുകയും ചെയ്യുക. നീ അധരം മറയ്ക്കരുത്. വിലാപപൂജ്യം വശിക്കുകയുമരുത്. പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ജനത്തോട് സംസാരിച്ചു. സായംകാലത്ത് എൻ്റെ ഭാര്യ അന്തരിച്ചു. എന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ ഞാൻ അടുത്ത പ്രഭാതത്തിൽ പ്രവർത്തിച്ചു. ജനം എന്നോട് ചോദിച്ചു, നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ഞങ്ങളോട് പറയുകയില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് അരുളി ചെയ്തു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങളുടെ ശക്തിയുടെ അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിൻ്റെ അഭിലാഷവുമായ എൻ്റെ വിശുദ്ധ സ്ഥലം ഞാൻ അശുദ്ധമാക്കും. നീ വിട്ടുപോന്ന പുത്രന്മാരും പുത്രിമാരും വാളിനിരയാകും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മറയ്ക്കുകയോ വിലാപഭോജ്യം ഭക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാദകങ്ങളും ഉണ്ടാകും. നിങ്ങൾ കരയുകയോ പ്രലപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തരും അവനെ നോക്കി ഞരങ്ങും. ഇങ്ങനെ എസെക്കിയേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് ദൈവമായ കർത്താവെന്ന് നിങ്ങൾ അറിയും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. കർത്താവ് അത് കാണുകയും തൻ്റെ പുത്രന്മാരുടെ പ്രകോപനം നിമിത്തം അവരെ വെറുക്കുകയും ചെയ്തു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. അവിടുന്ന് പറഞ്ഞു, അവരിൽ നിന്ന് എൻ്റെ മുഖം ഞാൻ മറയ്ക്കും. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് കാണണം. അവർ വക്രവും അവിശ്വസ്തവുമായ തലമുറയാണ്. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. ദൈവമല്ലാത്തതിനെ കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി. മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു. അതിനാൽ ജനതയല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും. ഭോഷന്മാരുടെ ഒരു ചിന്തയെ കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിലെ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്.
ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സമത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരാൾ യേശുവിനെ സമീപിച്ചു ചോദിച്ചു, ഗുരുവേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് നല്ലവനൊരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അപേക്ഷിക്കുന്നുവെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പറഞ്ഞു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിലനിൽക്കാൻ ശ്രമിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇതെല്ലാം ഞാൻ അനുസരിച്ചിരുന്നു, ഇനിയും എന്താണ് എനിക്കുള്ള പണി? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുക്കുക, അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിശ്ചയമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചു പോയി. അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സമർപ്പണത്തിൻ സമയമായി, സമർപ്പിക്കുവിൻ സകലതും, ദൈവം നിന്നോട് ഈ അപ്പം ഞങ്ങൾ നൽകുവാൻ ദൈവേഷ്ടമാണെന്നു കരുതി നീ ചെയ്തതല്ല, ദൈവേഷ്ടമല്ലായിരുന്നെന്നറിഞ്ഞിടുകിൽ സമ്പാദ്യമാണെന്നു കരുതി നേട്ടമല്ല, സൗഭാഗ്യമില്ല എന്നോർത്തു മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ ത്യജിച്ചിടുവിൻ, സ്വർഗീയ വഴിയെ ചരിച്ചിടുവിൻ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാണ്. ദൈവമേ, മഹത്വപൂർണ്ണമായ വിനിമയം നിറവേറ്റി ഞങ്ങളുടെ കാഴ്ചകൾ സ്വീകരിക്കണം. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് ആത്മാവോടും ഹൃദയങ്ങൾ ഉയർത്തും. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കും. കർത്താവെ, പരിശുദ്ധനായ സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും. എന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതിയേത് ആവശ്യമില്ല. അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് അങ്ങ് നൽകിയ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതിഗീതികൾ അങ്ങേ അനന്ത മഹിമയെ വർദ്ധിപ്പിക്കുന്നതിലായെങ്കിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുമല്ലോ. ആകയാൽ എല്ലാ ആരാധനയും സകല വിശ്വം ചേർന്ന് ഞങ്ങളും ഭക്തിപൂർവ്വം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കുക. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടെ നുറ്റിക്കൊണ്ടു സമനസാൽ പീഡകൾ സഹിച്ചു അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് വാഴ്ത്തി വിവരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന
എൻ്റെ ശരീരമാകുന്നു. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അംഗീകാരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ ഏറ്റുപറയുന്നു. ആകിയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിനായി വരുന്നത് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനെ ഒന്നായി ചേർന്നത് കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ തിരുസഭയാണ്. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്കും വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിലെ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മന്ത്രാന്മാർ, വൈദികർ, സന്യാസികൾ, ആത്മാവിലും ഉൾപ്പെടുന്ന സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതീക ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവരെയും ഓർക്കുന്നു. ഒരു നിമിഷം മരിച്ചുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെടിക്കുന്ന എല്ലാവരും അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യക, ആ കന്യയുടെ ഭർത്താവ്, സർവ്വത്രിക സഭയുടെ മധ്യസ്ഥം, ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായ അവസരത്തിലാണ് അപ്പസ്തലഗണത്തോടും എല്ലാ വിശുദ്ധരും പങ്കുചേരുവാൻ ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾക്കൊപ്പം ത്രിയേക ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായി അംഗീകരിക്കുക, പരിശുദ്ധാത്മാവുമായി ലയിക്കട്ടെ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് ഒരുമിച്ച് ഏറ്റുമില്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ ഏറ്റവും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്ലാവനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. കർത്താവ് എല്ലാ തിന്മകളും ഞങ്ങൾ വഹിക്കുന്നു. ഈ ദിനങ്ങളിൽ സമാധാനം കരുവാൻ നൽകണം. അനുഗ്രഹപരമായ പ്രത്യാശ ഞങ്ങൾ യേശുവിനായ ക്രിസ്തുവിന്റെ ആഗമന പ്രദേശം അങ്ങേ കരുണ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തരാകും. ഞങ്ങളെപ്പോഴും പാപമോചരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ പാപങ്ങളിൽ പിരിയും. അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനം, ഐക്യവും കൽപ്പിച്ചുകയാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്ത അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിനെ ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുസ്വരക്തങ്ങളെ സ്വീകരിക്കണം, നമ്മെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവായ പരിശുദ്ധാത്മാവായ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുന്നള്ളി വരണം. അങ്ങിൽ നിന്നും ഒരിക്കലും വേർപിരിയാൻ ഞങ്ങളെ അനുവദിക്കരുത്. ആമേൻ. യേശുനാഥ സ്നേഹനാഥ
കർത്താവെ, സ്വർഗീയവകാശമേ, ക്രിസ്തുവിൽ പങ്കാളികളായിത്തീർന്ന ഞങ്ങൾ അങ്ങേ കാരണത്തിനായി താഴ്മയുടെ അപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യ അനുരൂപരായി അവിടുത്തെ സ്വർഗീയമായ കൃപയിൽ കൂട്ടവാസത്തിനുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നിത്യയാം കന്യതൻ വല്ലഭൻ നീ, സർവേശൂനുവിൻ പാലകൻ നീ, കൈവേല ചെയ്തു നീ വന്യതാത പാരിതിൽ നാദനാഹാരമേകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയമിച്ചു. തന്റെ സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പിതാവ്, ദൈവജനനിയുടെ വിരക്തഭർത്താവുമായ പിതാവ്, കുടുംബ സംരക്ഷകരും തൊഴിലാളികളെ മാതൃകയും നന്മ മധ്യസ്ഥമായി അന്നത്തിന് ശ്രമിക്കും നൽകിയതും ഈ വിശുദ്ധന്റെ യോഗ്യത വഴി ഞങ്ങളിലെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഇത് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചേറ്റുമല്ല. ഓ ഭാഗ്യപ്പെട്ട ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ഭാഗ്യവരുടെ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നമ്മുടെ ആവശ്യം സമർപ്പിച്ച് വസുപിതാവിനെ പ്രാർത്ഥിക്കാം. ഈശോയുടെ ഞങ്ങൾക്ക് നേടിത്തരണമേ. ചെയ്ത ദൈവജനത്തിന്റെ കാവൽക്കാരാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ പിതാവേ, എല്ലാവിധ വിപത്തുകളിൽ എല്ലാവരെയും കാത്തുരക്ഷിക്കണം. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി ചൈതന്യത്തോടെ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണം. സഭയുടെ പാലകനായ പിതാവേ, സഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവായ പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ എല്ലാം അങ്ങയെ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങ് രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സിൽ സുഖത്തിലേ പോലെ ഒന്നും വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. അതിലെ പോലെ പരിശുദ്ധ മറിയമേ, പ്രാർത്ഥിക്കണം. ലോകപാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കുന്ന കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി സകല സമ്പത്തുകളുടെയും സംരക്ഷകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസംഗികാവായി തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വിളങ്ങുന്ന വിശുദ്ധൻ സ്വർഗത്തെ ഞങ്ങളെ മധ്യസ്ഥനായിരിക്കാൻ കൃപയുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ.
ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രകാശപണിയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമ്മുടെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ക്ലേശയും ദുഃഖനാശമായ ദൈവമേ, അങ്ങേ പുത്രന്റെ വളർത്ത് പിതാവിനും അനുസ്മരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഞങ്ങളെല്ലാം ഹൃദയ സമാധാനം സ്വർഗീയാനികം ശാരീരികാനികം പ്രാപിച്ചു അങ്ങേക്ക് നന്ദി പറയുന്നത് നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. മോക്ഷകവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. തൃത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കർത്താവേ, അങ്ങയുടെ മകനായ മകളായ ഞങ്ങളെല്ലാവരും അങ്ങയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അങ്ങയുടെ കാരുണ്യമാണ് ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ സ്ഥലം ആയിരിക്കുന്നത്. അങ്ങയുടെ കൃപയില്ല എങ്കിൽ ഞങ്ങൾക്ക് ഒരിടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. ഞങ്ങളെ ഓരോ നിമിഷവും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന, ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ ഞങ്ങൾക്ക് നന്മകൾ നൽകുന്ന എൻ്റെ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ശിവയെ നന്ദി, ശിവരാധന, ശിവയെ സ്തുതി, ഹല്ലേലൂയ, ശിവയെ നന്ദി. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയുന്നതാ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ കർത്താവിശോയെ അങ്ങയുടെ അടുക്കിലേക്ക് അങ്ങ് ചെന്ന് അടുത്ത വ്യക്തികളെ എല്ലാം അനുഗ്രഹിക്കണം. ശോയെ രക്തസാവക്കാരി ശ്രീ അങ്ങ് അടുക്കലേക്ക് ഒരു സൗഖ്യം പ്രാപിച്ചു. അങ്ങ് പത്രോസിനെ പിടിച്ചത് പത്രോസ് അമ്മായിയെ തൊട്ട് സൗഖ്യപ്പെടുത്തി. ജാരിസ് പിടിച്ചത് ജാരിസ് മകൾ മരിച്ചുപോയ മകളെ ജീവനിലേക്ക് കൊണ്ടുവന്നു. ലാസറിനെ പിടിച്ചത് മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ അങ്ങേ പക്കലേക്ക് ഓടിയണയുന്നു. അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ ശോയെ. സങ്കടങ്ങളെയും വേദന മധ്യേ നന്മകൾ ചെയ്ത് മുന്നേറാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൽപ്പന പാലിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളും മാറ്റേശോയെ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. നമ്മളൊന്ന് പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവായ ഈശോയെ, ഈ ആരാധന സമയം അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ കുടുംബങ്ങളിലും വീടുകളിലും ആയിരിക്കുന്ന സ്ഥലങ്ങളിലും അങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങ് ജനത്തോട് കരുണയായിരിക്കണമേ. അങ്ങ് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും മധ്യേ ഞാൻ ഉണ്ടായിരിക്കും, അവരാവശ്യം നിറവേറ്റി തരും എന്നാൽ കർത്താവേ സ്ത്രീകളും കർത്താവേ, ഈ സമയം ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കൊറോണ രോഗികൾ, കൈകാൽ മരയിപ്പ്, കൈ എല്ലൊടിഞ്ഞിരിക്കുന്ന വ്യക്തികള്, കൈകാൽ ഒടിഞ്ഞിരിക്കുന്ന വ്യക്തികള്, കർത്താവ് ഓപ്പറേഷൻ വിധേയമാകുന്നവരെ, നടുവേലുള്ള വ്യക്തികളെ, ഷുഗർ പ്രഷർ ആസ്മ തുടങ്ങിയ എല്ലാ രോഗങ്ങളും സൗഖ്യം നൽകിയ ഈശോയെ. വായു സംബന്ധമായ, തൈറോയ്ഡ് സംബന്ധമായ, ലിവർ സംബന്ധമായ നടക്കാൻ പ്രയാസമുള്ള വ്യക്തികളെ സൗഖ്യപ്പെടണമേ. വാശി, വൈരാഗ്യം, വിദ്വേഷം എടുത്തു മാറ്റണമേ. അങ്ങയുടെ മക്കളായ വിക്ടർ ആന്റണിയെയും മേരി ആന്റണിയെയും വർഗീസിനെ എല്ലാം കരുണയ്ക്കായി ആയിരിക്കുന്നു. ലില്ലി എന്ന മക്കളെയും എല്ലാ മക്കളെയും സ്പർശിക്കണമേ. ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അരികിൽ സദയം
പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾക്ക് ഈശോയ്ക്ക് പരസ്പരം സ്തുതിയായിരിക്കട്ടെ. പ്രസിദ്ധീകരിക്കട്ടെ. യേശുവിൻ വളർത്തുതാതനെ, മേരിതൻ വിരക്ത കാന്തനെ, തൃക്കുടുംബനാഥനെ മുതാ തൃക്കഴൽ വണങ്ങി വാഴ്ത്തിടാ. വാനദൂതരൊത്തു ചേർന്നു നിൻ ഗാനമാലപിച്ചിടുന്നിതാ. പാരിതിത്ത വാർത്ത ഭക്തരും പാടിടാമനു